റിപ്പോർട്ടർ കുരുക്ഷേത്രം സീസൺ 3 ആരംഭിക്കുന്നു. നമ്മൾ 2 റൗണ്ടുകളിലായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും പര്യടനം പൂർത്തിയാക്കി. 3ാം റൗണ്ടാണ്. ഇനി 3 വാരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കേരളം നിർണായകമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. ശക്തന്മാരുടെ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ചേർപ്പ് എന്ന സ്ഥലത്ത് നിന്നാണ് തത്സമയം കുരുക്ഷേത്രം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. അതിശക്തന്മാരുടെ പോരാട്ടം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലം ആർക്കനുകൂലമായി ചിന്തിക്കുന്നു? ഇനി 3 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ. വെൽക്കം ടു റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. ആയിരത്തി 1952 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 10 തവണ ഇടത്തേക്കും 7 തവണ ഐക്യജനാധിപത്യ മുന്നണിയിലേക്കും മാറിപ്പോയ തൃശൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ ഒരുപാട് പേർ വരുന്നുണ്ട്. പക്ഷേ ആരെടുക്കുമെന്ന ചോദ്യത്തിന് അവസാന നിമിഷം വരെ ഒരു വലിയ സസ്പെൻസ് നിലനിർത്തുന്നു. ഒരുപക്ഷെ 2020 ക്രിക്കറ്റ് മാച്ചിന്റെ അത്ര പൊളിറ്റിക്കൽ സസ്പെൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു മത്സരമാണ് തൃശൂരിൽ നമ്മൾ കാണാൻ പോകുന്നത്. ശക്തന്മാരുണ്ട്, അവർക്ക് പറയേണ്ടത് നമ്മൾ കേട്ടു തുടങ്ങി. അങ്ങനെ സ്ഥാനാർത്ഥി ചിത്രം വന്നു, പ്രകടന പത്രിക വന്നു, രാഷ്ട്രീയ അടിയൊഴുക്കുകളെല്ലാം സജീവമാണ്. നമ്മൾ ചർച്ച ആരംഭിക്കുന്നത് ചെർപ്പിൽ നിന്നും. നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുന്നു. CPI-യിൽ നിന്നും ഇടതുമുന്നണിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നത് ശ്രീ സന്ദീപ്. വെൽക്കം സന്ദീപ്. ഒപ്പം കോൺഗ്രസിൽ നിന്ന് UDF-ൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത് CC ശ്രീകുമാർ. NDA പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് KR ഹരി ആണ്. നമ്മൾ തുടങ്ങുന്നത് കോൺഗ്രസിൽ നിന്നാണ്. നേരിട്ടുള്ള ചോദ്യത്തിൽ നിന്ന്, നിങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് ഇന്നലെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന കൊടി വിവാദമാണ്. കേരളത്തിലെ ഈ തൃശൂർ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടർമാരോട് എങ്ങനെയാണ് നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുക? കൊടി പോലും ഉയർത്താൻ കഴിയാത്ത വിധത്തിൽ മാനസിക സമ്മർദ്ദത്തിൽ അടിപ്പെട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ കഴിയുന്നത് എങ്ങനെ? ഈ ചോദ്യം തന്നെ ഒരു സംഘപരിവാർ അജണ്ടയാണ്. വളരെ കൃത്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ വളരെ കൃത്യമായി വിശദീകരണം കേരള സമൂഹത്തോടും ഇന്ത്യൻ സമൂഹത്തോടും പറഞ്ഞതാണ്. ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ നടത്തണം, എവിടെ നടത്തണം, എങ്ങനെയൊക്കെ നടത്തണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്, അല്ലാതെ മറ്റൊരു ഏജൻസിയോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോ അല്ല. ഇതിനകത്ത് വളരെ കൃത്യമാണല്ലോ, 2019 തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനത്തിനകത്ത് പച്ച നിറത്തിലുള്ള കൊടി എണ്ണം കൂടിയപ്പോൾ സംഘപരിവാർ അജണ്ട വടക്കേ ഇന്ത്യയിലെ അല്പം ചിന്തിക്കാൻ പിന്നോക്കം പോയി, അല്ലെങ്കിൽ ഒരു മാത്രയിൽ അല്പം ചിന്തിച്ചില്ലെന്നൊരു കുഴപ്പം കൊണ്ട് അതിനെ പാകിസ്ഥാൻവാദികളാക്കി ചിത്രീകരിച്ച ആ സൈബർ ആക്രമണം അത് ഇപ്പോൾ ഏറ്റുപിടിച്ചിരിക്കുന്നത് സംഘപരിവാറിൻ്റെ ആശയത്തിൽ ഒരേ തൂവൽ പക്ഷികളെ പോലെ നിൽക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് ഈ ചോദ്യം. ഈ ചോദ്യത്തെ വളരെ കൃത്യമായി ഐക്യ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ രാഷ്ട്രീയ വിശദീകരണം മാത്രം മതി. നിങ്ങൾ മഹാരാഷ്ട്രയിൽ ക്യാമ്പയിൻ ഇറങ്ങുമ്പോൾ ശിവസേനയുടെ ചിത്രം കാണുന്നു, എന്നാൽ മലപ്പുറത്ത് വരുമ്പോൾ ലീഗിന്റെ കൊടി കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഐക്യ ജനാധിപത്യ മുന്നണി ഏതെല്ലാം കൊടി പിടിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ആനി രാജയുടെ പ്രകടനം നടക്കുമ്പോൾ ചുറ്റികരിവാൾ നക്ഷത്രമുള്ള ഒരു കൊടിയും കണ്ടില്ലല്ലോ. അത് CPM ഉപേക്ഷിച്ചോ? ഇല്ലല്ലോ. അതാണ് പ്രസക്തമായ ചോദ്യം. നോക്കൂ, ആ കൊടി വിവാദത്തിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും ന്യൂനപക്ഷം വിഷയമടക്കം ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തൃശ്ശൂരിൽ എത്രയെത്ര കിരീടങ്ങൾ കൊടുത്താലും മനസ്സുമാറില്ലെന്ന് നിങ്ങൾ പറയുമ്പോഴും സുരേഷ് ഗോപിക്കും ഒപ്പം തന്നെ K മുരളീധരനും അനുകൂലമായിട്ടുള്ള വികാരങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കത് കാണാതെ പോകുന്നുണ്ടോ? ഒരു ചലനവും സൃഷ്ടിക്കാൻ ഈ പറയുന്ന 2 പേരുകാർക്കും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സാധ്യമല്ല. അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് കരുത്തു പകരുന്നത് VS സുനിൽകുമാർ എന്ന ഇടതുപക്ഷം അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ അതിവിപുലമായ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനബന്ധമാണ്. ദീർഘകാലത്തെ പൊതുജീവിത ചരിത്രത്തിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപങ്ങൾക്ക് വിധേയമായ ഒരു ചരിത്രം VS സുനിൽകുമാറിനില്ല. 15 വർഷക്കാലം MLA ആയിരുന്നു, 5 വർഷക്കാലം അതിൽ മന്ത്രിയായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ എല്ലാ സ്നേഹത്തോടും കൂടി സ്വീകരിക്കുവാൻ VS സുനിൽകുമാറിനെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഒറ്റ ചോദ്യമല്ലേ ഉള്ളൂ, തൃശ്ശൂർ മണ്ഡലത്തിലെ ജനപ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മോദി സർക്കാരിനോടൊപ്പം അധികാരത്തിലിരിക്കാനോ അതോ പ്രതിപക്ഷത്തിരിക്കാനോ എന്നതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്തണമെങ്കിൽ VS സുനിൽകുമാറിനെ പോലെ ഒരു പോരാളിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് തൃശ്ശൂരിൽ നല്ലത്. എന്താ K മുരളീധരന് കുഴപ്പം? K മുരളീധരൻ ഇതിനകം തന്നെ എത്രയോ തവണ നോക്കൂ, നിയമം മണ്ഡലത്തിൽ തന്നെ നിങ്ങളുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിപ്പിച്ചത് തന്നെ അദ്ദേഹത്തിന്
മുരളീധരന്റെ കരുത്തുറ്റ പോരാട്ടമല്ലേ? അതേ മുരളീധരൻ തന്നെ വട്ടിയൂർക്കാവിൽ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടല്ലോ. പിന്നീട് നേമത്ത് പരാജയപ്പെടുന്നു. എവിടെ പരാജയപ്പെട്ടു? വടകരയിൽ നിന്ന് വട്ടിയൂർക്കാവിൽ ഇത് വിജയിച്ചിട്ടാണ് പോയത്. വടകരയിൽ നിന്ന് നേമത്തേക്ക് കൊണ്ടുവന്നല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇതേ മുരളീധരൻ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടല്ലോ. വടക്കാഞ്ചേരി ടി എൻ പ്രതാപൻ പോയി കഴിഞ്ഞ് മുരളീധരൻ വന്നതിന് ശേഷം CPI ക്യാമ്പുകളിലെ നെഞ്ചെടുപ്പ് കൂടി ഒരു നെഞ്ചെടുപ്പും കൂടിയിട്ടില്ല. ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി പരാജയ ഭീതിയിൽ നിന്നുകൊണ്ടാണ് TN പ്രതാപൻ പോകുന്നത്. തൃശൂർ മണ്ഡലത്തിൽ മത്സരം ആരൊക്കെ തമ്മിലാണ്? തൃശൂർ മണ്ഡലത്തിൽ മത്സരം ആരൊക്കെ തമ്മിലാണ്? CPI കോൺഗ്രസുമാണോ അതല്ല CPI BJPയുമാണോ? തൃശൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷവും UDFും തമ്മിൽ തന്നെയാണ് മത്സരം. ഒരു സംശയവുമില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്നത് പോലെ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതേ ഇല്ല. ഇവിടെ ഈ പാർലമെന്റ് മണ്ഡലം അടിയുറച്ച മതനിരപേക്ഷ മനസ്സുള്ള മണ്ഡലമാണ്. പക്ഷെ 2,90,000-ലധികം വോട്ടുണ്ട് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ തന്നെ. ഞങ്ങൾ ആ കണക്കുകളൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തു സംഭവിച്ചു തൃശ്ശൂരിൽ? ഇതേ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു അദ്ദേഹം എത്തി? അന്ന് മോദിയുടെ ഒരു ഇമേജോ മോദിയുടെ തരംഗമോ ഇല്ലല്ലോ. എന്ത് ഇമേജും എന്ത് തരംഗവും നിങ്ങൾ പറഞ്ഞാലും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സുനിശ്ചിത വിജയം എന്ന കാര്യത്തിൽ തർക്കമില്ല. നോക്കൂ, ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഹരി. ഇടതുമുന്നണിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. നിങ്ങളുടെ സുരേഷ് ഗോപി ചിത്രത്തിലേ ഇല്ല എന്നാണ് ഇടതുമുന്നണിയുടെ പ്രതിനിധിയുടെ വാദം. സന്ദീപ് പറഞ്ഞത് അവരുടെ കുടുംബവഴക്കിനെ കുറിച്ചാണ്. അതൊരു കുടുംബമാണ്, ഇന്ത്യ മുന്നണി എന്നൊരു കുടുംബമാണ്. ആ കുടുംബത്തിലെ കലഹത്തിൽ പിന്നെ സുരേഷ് ഗോപിക്ക് സ്ഥാനമില്ല. ആ കുടുംബത്തിലേക്ക് ഞങ്ങളില്ല. ആ കുടുംബത്തിൽ ഇല്ലാത്തതിൽ ഞങ്ങൾക്ക് അഭിമാനവും ഉണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന കുടുംബത്തിനപ്പുറത്ത് വിശാലമായ പ്രബുദ്ധമായ ഇത് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ലോകമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലത്തിൽ ചിന്തിക്കുന്ന ആളുകളാണോ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ 3ാം സ്ഥാനത്തേക്ക് മാറ്റിയത്? ഞാൻ പറയട്ടെ 17 ദിവസം കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നുള്ളത് ശരിയാണ്. കഴിഞ്ഞ 5 കൊല്ലമായി സുരേഷ് ഗോപി ഈ മണ്ഡലത്തിലെ സാധാരണക്കാരോടൊപ്പമുണ്ട്. ഈ കുടുംബ വഴക്കിനപ്പുറത്തേക്ക് പൊതുജനം വോട്ട് ചെയ്യാൻ പോകുന്നത് ശ്രീ സുരേഷ് ഗോപിക്കാണ്. അദ്ദേഹം 1 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ നിന്നും ജയിക്കും, കേന്ദ്രമന്ത്രിയാവും. കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഗ്യാരണ്ടി. ആ കേന്ദ്രമന്ത്രി ഗ്യാരണ്ടിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സുരേഷ് ഗോപി? Sure, he is going to be a cabinet minister. എന്തുകൊണ്ട് തൃശ്ശൂർ വോട്ട് കൊടുക്കണം? He's a powerful man. He know how to do everything. He will do it. ഉറപ്പാണ്. എന്തു പറയുന്നു മോദി, എന്തു പറയുന്നു അത് പ്രാവർത്തികമാക്കാൻ അതേമാതിരി കഴിവുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. മോദി പറയുന്നത് പോലെ അതേപടി പ്രാവർത്തികമാക്കുന്ന ഒരാളെയാണോ നമുക്ക് വേണ്ടത്? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മോദിയുടെ ശക്തനായിട്ടുള്ള ഒരു വലതുമാനായിരിക്കും, ഒരു വലങ്കൈനായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും, നോ ഡൗട്ട്. അതുകൊണ്ട് കരുത്തനായ ഒരാളെ തന്നെ പാർലമെന്റിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കും 100% പെർഫെക്റ്റ് ആണ്. ഓക്കെ, എന്താണ് ഇവിടുത്തെ വാദം? സുരേഷ് ഗോപി ആയിരിക്കുമോ പാർലമെന്റിലേക്ക് പോവുക? അല്ല, തീർച്ചയായിട്ടും സുരേഷ് ഗോപി 3ാം സ്ഥാനത്താണ്. അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി. പക്ഷേ തീർച്ചയായിട്ടും പറഞ്ഞു തീർക്കട്ടെ. ഈ തൃശ്ശൂരിന്റെ മതേതര മണ്ണിൽ ഒരിക്കലും സംഘപരിവാറിന്റെ ഈ പറയുന്ന ഹിന്ദുത്വ ശക്തി ഒരിക്കലും തുറക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും കെ മുരളീധരനായിരുന്നു ലീഡറിന്റെ മകൻ. കെ മുരളീധരനാണോ മതേതര മുഖം അതോ സുനിൽകുമാറാണോ തൃശ്ശൂരിന്റെ മതേതര മുഖം? തീർച്ചയായിട്ടും ലീഡറാണ് ഇവിടെ ഏറ്റവും ലീഡർ പരാജയപ്പെട്ടു പണ്ട് ഇതേ തൃശ്ശൂർ മണ്ഡലത്തിൽ വി രാഘവനോട്. അതെ, ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ പരാജയങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് പരാജയങ്ങളെ പേടിച്ച് പിന്നോട്ട് പോകാനല്ല ഇവിടെ കെ മുരളീധരൻ മത്സരിക്കുന്നത്. തൃശ്ശൂരിൽ കെ മുരളീധരൻ മത്സരിക്കുന്ന മതേതര മുഖം സംരക്ഷിക്കാനാണ്. തീർച്ചയായിട്ടും. പക്ഷേ കെ മുരളീധരന്റെ സഹോദരി BJP യിലാണ്. അതെ, അത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇപ്പോ ഈ പുള്ളി ആങ്ങളെ പോകുമെന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഇല്ല പോയില്ല. അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു അടി ഉണ്ടാവില്ല. കോൺഗ്രസിന്റെ വോട്ടില് അടി ഉറച്ചു. മതേതര മുഖമായി മുരളീധരൻ ഉണ്ടാവും പാർലമെന്റിൽ. അങ്ങനെ തന്നെയാണ്. പക്ഷെ മറുഭാഗത്ത് സുരേഷ് ഗോപി എന്ന ക്യാബിനറ്റ് മിനിസ്റ്ററാണ് ഗ്യാരണ്ടി മോദിയുടെ. അതെല്ലായിടത്തും അവര് പറയുന്നുണ്ട്. ഭരണം കിട്ടിയാലേ മന്ത്രിയാവത്തുള്ളൂ. രാജ്യസഭയിൽ MP ആയിരുന്നപ്പോ മന്ത്രിയാക്കായിരുന്നില്ലേ? എന്തുകൊണ്ടാക്കിയില്ല? മോദിയുടെ ഗ്യാരണ്ടിയാണ് പറയണേ. ഇവിടെ വി മുരളീധരൻ ജയിച്ച കേന്ദ്രമന്ത്രി എന്ന് പറയുന്നുണ്ട്, രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ച കേന്ദ്രമന്ത്രി എന്ന് പറയുന്നുണ്ട്, ശോഭാ സുരേന്ദ്രൻ ജയിച്ച കേന്ദ്രമന്ത്രി 543 കേന്ദ്രമന്ത്രിമാരോ അല്ലേ? കേരളത്തിൽ തന്നെ 8 പേര് മന്ത്രിമാരൊക്കെ ഉണ്ട്, ഒരു കേന്ദ്രമന്ത്രിയാക്കേണ്ടി വരും. ഹരി മറുപടി ചോദ്യം വേണം. മറുപടി വേണം. ഇപ്പോഴല്ല, ഞാൻ വരാം. ഹലോ, ഇപ്രാവശ്യം മോദി കേറില്ല എന്ന് ഇപ്പൊ അടുത്തുള്ള സർവേകളിൽ തെളിയിച്ചിട്ടുണ്ട്. ഒരിക്കലും എഴുതി വെച്ചില്ല എല്ലായിടത്തും കേന്ദ്രമന്ത്രി. ഞാൻ പറയുന്നു കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി മുരളീധരനായിരിക്കും എന്നുള്ളതാണ്. കെ മുരളീധരനായിരിക്കോ സുരേഷ് ഗോപി ആയിരിക്കോ സുനിൽകുമാർ ആയിരിക്കോ? അത് മുരളീധരനായിരിക്കും. എന്തുകൊണ്ട് പറയാം. ഇവിടെ മതമൈത്രി എന്ന് പറഞ്ഞു. രാമക്ഷേത്രം ഉദ്ഘാടനത്തിന്റെ അന്ന് വടക്കേ ഇന്ത്യയില് 4 പള്ളിയുടെ മുകളില് ബജറംഗൾ ഇവര് BJP അന്ന് ഇവരൊക്കെ എവിടെയായിരുന്നു? ഈ
പക്ഷെ സുരേഷ് ഗോപി ഇവിടെ കൊണ്ടുവന്ന് കിരീടം കൊടുത്തു ലൂർദ് പള്ളിയിൽ. അല്ല, ഈ സുരേഷ് ഗോപി ഉണ്ടായിരുന്നല്ലോ, ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. അക്ഷരം മിണ്ടിയില്ല. ഒരു അക്ഷരം മിണ്ടിയില്ല. പള്ളിക്ക് മുകളിൽ കൊടി നാട്ടിയപ്പോ മിണ്ടിയില്ല. ആർക്കാണ് സാധ്യത? സുനിൽകുമാർ. സുനിൽകുമാർ. എന്തുകൊണ്ട്? സുനിൽകുമാർ, നമുക്ക് ഇവിടെ ഇന്ത്യയെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാന അജണ്ട. അത് കെ മുരളീധരന് പറ്റൂലേ? മുരളീധരന് പറ്റും തോന്നില്ല. കോൺഗ്രസിന് ഇപ്പൊ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാ കെ മുരളീധരൻ ജയിച്ച കോൺഗ്രസ് നിലനിൽക്കുമെന്ന് കോൺഗ്രസിന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലോ കെ മുരളീധരൻ വടകരയിൽ നിന്ന് വന്ന് തൃശ്ശൂർ മത്സരിക്കുന്നത്. സുരേഷ് ഗോപി 3ാം സ്ഥാനത്താക്കാനാണല്ലോ. തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ പെങ്ങൾ തന്നെയാണല്ലോ ഇപ്പൊ കോൺഗ്രസിൽ മത്സരിച്ച് ഇപ്പൊ BJP പോയി നിൽക്കുന്നത്. കർണാടകയിൽ BJP MP പറഞ്ഞതാണ് ഇവിടെ 400 സീറ്റിലധികം വരികയാണെങ്കിൽ ഇവിടുത്തെ ഭരണഘടന മാറ്റി ഇവിടെ ബനുസ്മൃതി സൃഷ്ടിക്കുന്നത്. ഇവിടുത്തെ ഭരണഘടനയെ വിശ്വസിച്ചിട്ടാണ് ഇവിടുത്തെ ഓരോ പൗരനും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സംരക്ഷിക്കാൻ ഇവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ച് അവിടെ BJP ആയിട്ട് കയറില്ല. ഞങ്ങൾക്ക് ഇവിടെ ജയിച്ച് മോദിക്കെതിരെ മുരളീധരൻ ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടില്ലേ? മോദിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ കുടുംബത്തിലെ ഒരാളെ പെങ്ങളാണ് ഇപ്പൊ അങ്ങോട്ട് പോയി. എന്താ സാധ്യത പറയൂ. ഇതുവരെ BJP നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ എന്താണ് പാലിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏറ്റവും അധികം നൽകിയിട്ടുള്ളത് വാഗ്ദാനങ്ങൾ മാത്രമാണ്. ദേശീയപാത വരുന്നു, എയർപോർട്ടുകൾ വരുന്നു, ദേശീയപാതയിലെ ടോളിനെതിരെ ഏറ്റവും ആദ്യം സമരം നടത്തി അടി വാങ്ങിയവരാണ് BJP-ക്കാര്. അന്ന് പറഞ്ഞിരുന്നത് BOT അറബിക്കടലിൽ എന്നാണ്. പക്ഷെ BJP-യുടെ നേതൃത്വത്തിൽ ഇപ്പൊ നടക്കുന്നത് എല്ലായിടവും ടോൾ. അറബിക്കടലിൽ തീരത്താണെന്നാ പറഞ്ഞത്. അല്ലല്ല, അറബിക്കടലിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഇവർ സമരം നടത്തിയിട്ടുള്ള അവർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ എന്താണ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഈ മണ്ഡലത്തിൽ നിന്ന് മതേതര മുഖം സംരക്ഷിക്കാൻ മുരളീധരൻ പോകണമോ അതോ സുനിൽകുമാർ പോകണോ? ഇത് BJP തവറ ആര് പോയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ആര് പോയാലും ഒരു കാരണവശാലും BJP ഇത്തവണ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനാധിപത്യം നശിക്കുമെന്നതിനുള്ള ഏറ്റവും വലിയ അടയാളമാണ് ഇപ്പോഴുണ്ടായ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ. ആത്മാർത്ഥത നിറഞ്ഞ ഒരു ഇന്ത്യ മുന്നണി പ്രവർത്തകനാണെന്ന് തോന്നുന്നു. ആത്മാർത്ഥ പറഞ്ഞല്ല, ഞാൻ ആം ആദ്മിയുടെ ഇവരാരൊക്കെ എന്തൊക്കെ ഇവിടെ ഓളിയിട്ട് പറഞ്ഞാലും ഈ മണ്ഡലത്തിൽ നിന്ന് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അവിടെ സുരേഷ് ഗോപി 1 ലക്ഷം വോട്ടിന് ജയിക്കുന്നു. ഇവിടെ സുനിൽകുമാർ 1 ലക്ഷം വോട്ടിന് സുനിൽകുമാർ വിജയിക്കും. കെ മുരളീധരൻ എങ്ങനെയാണ് വിജയിക്കുക? ഇവിടുന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ UDF ആയി തുടരുന്ന എന്താണ് ഉറപ്പ്? കഴിഞ്ഞ ഇത്രയും കാലങ്ങളിൽ കെ മുരളീധരൻ UDF തന്നെ ആയിരുന്നില്ലേ? പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇന്ന് BJP-യുടെ കേന്ദ്രത്തിലുള്ള MP-മാരില് 2/3 ഭാഗം ആളുകൾ മുൻ കോൺഗ്രസിന്റെ MLA-മാരോ MP-മാരോ മുൻ മുഖ്യമന്ത്രിമാരായ പശ്ചിമ ബംഗാളിലെ ത്രിപുരയിലെ 3/2 പേരും പഴയ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? അതുപോലെ തന്നെ ഇവരെ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവാദത്തില് നമുക്കറിയാം 2018 നിയമത്തിന്റെ പരിരക്ഷയിൽ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 2 പാർട്ടികൾ കോടികള് അഴിമതി പണം വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്കാണ്. ഇവരെങ്ങനെ ഇവിടെ ജയിക്കും? കരിവന്നൂര് ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത കാര്യം പറയാനുള്ളത് 2020-21 കാലഘട്ടത്തില് നമ്മുടെ കോർപ്പറേറ്റിന്റെ നികുതി 34% നിന്ന് 22% കുറച്ചു. പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിലേക്ക് വരണം. ഈ പുത്തൂരുണ്ട് ബാങ്കുകള് കരുവന്നൂര് മാത്രം എടുത്ത് പറയുന്നത് ഞാൻ പറയട്ടെ, കേരള നിയമസഭ കാണാത്ത ഒരു മന്ത്രി ഇവിടുത്തെ കെ മുരളീധരൻ എവിടെ ജയിച്ചു? എന്നിട്ടാണോ 7 നിയോജക മണ്ഡലത്തിൽ പാർലമെന്റിൽ ജയിക്കുമെന്ന് പറയുന്നത്? നടക്കില്ല. ഇവിടെ സുനിൽകുമാർ ഇവിടെ പ്രളയം ഉണ്ടായി, കോവിഡ് ഉണ്ടായി. പ്രളയത്തിൽ ചാക്കുകൾ ഒരു മന്ത്രി എന്ന നിലയിൽ എടുത്ത ആളാണ് സുനിൽകുമാർ. വേറെ എല്ലാ ജനപ്രതിനിധികളും ഇതൊക്കെ ചെയ്തില്ലേ? ഏത് ജനപ്രതിനിധി ചെയ്തു? കെ മുരളീധരൻ ചെയ്തില്ലേ? കെ മുരളീധരൻ ഇവിടെ ഒന്ന് ചാക്ക് ചോന്നോ? പുള്ളി വടകരയിലല്ലേ? അവിടെ വടകരയിലല്ലേ കെ മുരളീധരൻ? ജനങ്ങളുടെ ഹൃദയങ്ങളിൽ മനസ്സിൽ എന്നും സുനിൽകുമാറാണ്. അതുകൊണ്ട് ഇവിടെ സുനിൽകുമാർ ആണോ? അതായത് സർ, ഇവിടത്തെ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ഇത്രയും ഡെവലപ്മെന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് ഏകദേശം 27ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇവര് ഈ നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്ത ഏതെങ്കിലും ഒരു 5 പൊതുമേഖല ഒന്ന് പറയാൻ പറ്റുമോ? ഒറ്റ ചോദ്യം സ്ട്രൈറ്റ് ഹരി, നിങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു പൊതുമേഖലാ സ്ഥാപനം പറയാമോ? ഞാൻ അവിടെ തുടങ്ങാം. ചുരുക്കി പറയാം, 2 പേരിലേക്ക് എനിക്ക് പോകണം.
കെ മുരളീധരൻ ഇവിടെ 9 കേന്ദ്രമന്ത്രിമാരുണ്ടാവുമെന്നും ചോദിച്ചത്. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ഭരിക്കുമ്പോൾ 9 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടുണ്ടല്ലോ. ഈ പറയുന്ന ആളുകളൊക്കെ ജയിച്ചാൽ കേന്ദ്രമന്ത്രിമാരാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഉത്തർപ്രദേശിൽ ഗുജറാത്തിലൊക്കെ ആർക്കും കൊടുക്കും? ഇഷ്ടംപോലെ കേന്ദ്രമന്ത്രിമാരുണ്ടാവും സാർ. ആളുകൾ ജയിക്കട്ടെ. 10% താഴെ വേണം മൊത്തം സഭയുടെ 20%. സമ്മതിച്ചു സാർ. ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപിയും ജയിച്ച കേന്ദ്രമന്ത്രിമാരാവും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു സംശയവും വേണ്ട. 100% നല്ല 100% അവർക്ക് മറുപടി ഇപ്പൊ പറയരുത്, നേരിട്ട് പറഞ്ഞോ, പറയാനുള്ള എല്ലാം പറഞ്ഞു. 100% ആവുന്ന കാര്യത്തിൽ നടക്കില്ല. പിന്നെ സുനിൽകുമാർ ജയിച്ചാലാണ് ഇവിടെ തൃശ്ശൂരിന്റെ ശബ്ദം പാർലമെന്റിൽ ഉയരാന്നൊക്കെ പറഞ്ഞു. ഇവിടെ തൃശ്ശൂരും പിന്നെ കെ മുരളീധരനാണ് പോകുന്ന ഏറ്റവും നല്ല ആളെന്ന് പറഞ്ഞു. പത്മജയായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തി പറഞ്ഞു. ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞാൻ മുരളീധരൻ എതിരായിട്ട് ഒന്നും പറയില്ല എന്നാണ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ വരുന്നത്. ഞങ്ങൾ വന്ന പോലെ സ്വാഗതം ചെയ്യാൻ വിശാല മനസ്സായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരെയും. അപ്പോ ഇവരിപ്പോ പറഞ്ഞ എന്താ കെ മുരളീധരനോ, അതായത് നിങ്ങൾ വഴിയിരുന്നപ്പോ ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചപ്പോ ഓട്ടോറിക്ഷ നിർത്തി സൂപ്പർ ഫാസ്റ്റ് കൈ കാണിക്കാൻ നിൽക്കരുത്. സൂപ്പർ ഫാസ്റ്റ് നിർത്തും സാർ. നിർത്തുന്ന സൂപ്പർ ഫാസ്റ്റുകളുണ്ട്. നിങ്ങളെ കേറ്റാതെ പോകും. സൂപ്പർ ഫാസ്റ്റ് അല്ല കെ മുരളീധരൻ. ജ്യോതിരാദിത്യ സിന്ധ്യയേക്കാൾ വലിയ സൂപ്പർ ഫാസ്റ്റ് അല്ല സാർ കെ മുരളീധരൻ. ആ സൂപ്പർ ഫാസ്റ്റും നിർത്തും. ശരി. ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കെ മുരളീധരൻ എങ്ങനെ വിശ്വസിക്കും? നാളെ ബിജെപിയിലേക്ക് പോവില്ലേ? കൈക്ക് കുത്തിയ താമര വിരിയില്ലേ എന്നതാണ് ചോദ്യം. ഇത് സംഘപരിവാറിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സംയുക്ത അജണ്ടയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്ന പ്രചരണമാണ്. ഇതിനകത്ത് പ്രചരണമല്ലല്ലോ. നോക്കൂ, പത്മജ പോയി, പത്മിനി പോയി, ഇന്നലെ തങ്കമണി പോയി, തമ്പാനൂർ സുരേഷ് പോയി. ആരെ പോവാത്ത സാർ? ഓരോ ദിവസം വളരെ കൃത്യമായി അരുൺ തന്നെ ഇപ്പൊ ചോദിച്ചു, ബംഗാളിലും ത്രിപുരയിലും എത്ര ശതമാനം ആളുകൾ CPM-ൽ ഇപ്പോൾ അവശേഷിച്ചിട്ടുണ്ടെന്ന് വളരെ കൃത്യമായി ചോദിച്ചു. ഇപ്പൊ അവർക്ക് അവിടെ CPM ഭരിച്ച ബംഗാളും ത്രിപുരയിലും അവശേഷിക്കപ്പെട്ട വോട്ട് ഷെയർ എത്ര? കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അവശേഷിക്കുന്ന വോട്ട് ഷെയർ എത്ര? ഒന്ന് കമ്പയർ ചെയ്യട്ടെ ഇടതുപക്ഷക്കാരൻ. 2, BJPക്ക് പോയത് കേരളത്തിൽ പത്മജ അല്ലല്ലോ. ഇവർക്കല്ലേ ഇവിടെ ഇരിക്കുന്ന CPM-മാർക്കല്ലേ വേവലാതിയുള്ളൂ. മാർച്ച് 8-ാം തീയതി വൃന്ദാകാരാട്ടിന്റെ പ്രസംഗം തർജ്ജമ നടത്തിയ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് എന്താ? പത്മജ പോയിന്നേ, അത്രയേ ഉള്ളൂ കേരള രാഷ്ട്രീയത്തിൽ, മറ്റൊന്നും സംഭവിക്കില്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു, ഇവർക്ക് ബോധ്യപ്പെട്ടില്ല. മറ്റൊന്ന്, CPI-യുടെ പ്രതിനിധി പറഞ്ഞത് LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരമെന്ന്. ഞാൻ സന്തോഷപൂർവ്വം ആ പ്രസ്താവന സ്വീകരിക്കുന്നു. പക്ഷേ LDF-ന്റെ കൺവീനർ പറഞ്ഞത് ഡോക്ടർ അരുൺ കേട്ടല്ലോ. കേരളത്തിൽ മത്സരം നടക്കുന്നത് സന്ദീപ് പറഞ്ഞ പോലെയല്ല. EP ജയരാജൻ പറഞ്ഞത് LDF-ഉം NDയും തമ്മിലാണെന്ന്. എന്നു മാത്രമല്ല, NDയുടെ 4 സ്ഥാനാർത്ഥികൾ ഗംഭീരന്മാരാണെന്ന് പറഞ്ഞത് കെ സുരേന്ദ്രനല്ല, EP ജയരാജൻ. ബാന്ധവം, ആ ബാന്ധവം, 4 പേർ കരുത്തരല്ലേ തിരുവനന്തപുരത്തെ? ആ ബാന്ധവം ഞാൻ പറഞ്ഞത്. സുരേഷ് ഗോപി കരുത്തരല്ലേ? കരുത്തനല്ല. 2 വർഷം ഇടവേളയിൽ തൃശൂർ ജില്ലയിൽ വന്ന് 3-ാം സ്ഥാനത്ത് പോകുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമാണ്. 2019 3-ാം സ്ഥാനത്ത് പോയി, 2021 പോയി. അടുത്ത ഇന്റർവെൽ 2 വർഷം കഴിഞ്ഞു, 2024 വന്ന് അത് 3-ാം സ്ഥാനത്തേക്ക് പോകും. ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് നോക്കൂ. അപ്പൊ മുരളീധരനെ നിങ്ങൾ സംശയിക്കരുത്. മുരളീധരന്റെ ബ്രീഡ് എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിന്റെ ബ്രീഡാണ്. അതൊക്കെ ആയിക്കൊള്ളട്ടെ. ഇന്ന് നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നവരിൽ 1 ഡസനിലധികം ആളുകൾ കോൺഗ്രസ് വിട്ടുപോയി. കേരളത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും കോൺഗ്രസ് പ്രസ്ഥാനം. എന്നാലും ഇന്ന് ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരേ ഒരു ചിഹ്നമല്ലേ ഉള്ളൂ, ഈ കൈപ്പത്തി. അതൊക്കെ എല്ലാ പ്രദേശത്തും അങ്ങനെയാണോ? അരുൺ അങ്ങനെ പറയരുത്. ഒറീസ സംസ്ഥാനം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക, കോൺഗ്രസ് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എവിടെയാണ്? ബീഹാറിൽ കോൺഗ്രസ് എവിടെയാണ്? ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലെ ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്, തകർച്ചയെ നേരിടുകയാണ്. ആ കോൺഗ്രസിന് എങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരു നിർണായക ശക്തി എന്ന് അവകാശപ്പെടാൻ കഴിയും? എല്ലാ പാർട്ടികളും ചേർന്ന മതനിരപേക്ഷ കക്ഷികളുടെ ഒരു ഐക്യനിരക്കാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ കഴിയുക. അതെങ്ങനെ പറയാൻ കഴിയും?
ഈ തമിഴ്നാട്ടിലേക്ക് നിങ്ങൾ നോക്കുക. ആയിക്കോട്ടെ, തമിഴ്നാട്ടിലെ കോൺഗ്രസ് ആരുടെ തണലിലാണ് മത്സരിക്കുന്നത്? DMK-യുടെ തണൽ. അങ്ങനെ പല പ്രാദേശിക പാർട്ടികളുടെ പിറകിലാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ ഇതുവരെയുള്ള സ്ഥിതി. പക്ഷേ 20% വോട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും കോൺഗ്രസിന്. നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മതനിരപേക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി. നിങ്ങൾ യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ ചെയ്യേണ്ടിയിരുന്നത്, വയനാട്ടിൽ ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ ആനി രാജയെ എവിടെ നിന്ന് പിൻവാങ്ങി രാഹുൽ ഗാന്ധിയെ മത്സരിക്കാൻ അനുവദിക്കുകയും ഇവിടെ നിങ്ങൾ കെ മുരളീധരനെ മത്സരിക്കാൻ അനുവദിക്കുകയായിരുന്നില്ലേ? ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ പോരാട്ടമെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ഹിന്ദി ഹൃദയഭൂമിയിലാണ്. ഈ കേരളത്തിൽ ഫാസിസത്തെ പടിക്ക് പുറത്തു നിർത്തുന്ന, വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന ഈ കേരളത്തിലെ വയനാട്ടിൽ വന്ന് ഫാസിസ്റ്റിനാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്തിനിവിടെ വരുന്നു? വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എന്തിനിവിടെ വരുന്നു? കഴിഞ്ഞ തവണ തന്നെ ഈ ചോദ്യങ്ങൾ ഉയർന്നു വന്നതാണ്. തൃശ്ശൂരിൽ ശക്തന്റെ തട്ടകത്തിൽ ശക്തന്മാരിൽ അതിശക്തനാര് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പൊളിറ്റിക്കൽ സസ്പെൻസ് ആണ് അവസാന നിമിഷം വരെ. ആ സസ്പെൻസ് തൃശ്ശൂർ പൂരത്തിന്റെ ആ കൊട്ടിക്കയറുന്ന ആ ഒരു താളം പോലെ തന്നെ ഉയർന്നുകൊണ്ടേയിരിക്കും. തൃശ്ശൂർ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്തായിരിക്കും? നിങ്ങൾക്ക് കേന്ദ്രമന്ത്രി എന്നതിനും അപ്പുറം തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ആണെങ്കിൽ എന്തുകൊണ്ട്, എന്തിനു വേണ്ടി? ഇവിടെ ജയിക്കാൻ പോണത് മുരളീധരനാണ്. കെ മുരളീധരനാണ്. ഞാൻ തെറ്റിദ്ധരിച്ചു. പറഞ്ഞോ. ചരടും മാലക്കാട്ട് തെറ്റിദ്ധരിച്ചു. പോട്ടെ തെറ്റിദ്ധരിച്ചു. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. വിശ്വാസിയായ മതേതരവാദിയാണ്, കോൺഗ്രസ്സുകാരനാണ്. പറഞ്ഞോളൂ. അപ്പൊ മുരളീധരൻ ജയിക്കും. അതിന് ആരും സംശയമില്ല. ബാക്കി രണ്ട് കൂട്ടരും ബാക്കിൽ പോവും. മുരളീധരൻ വടകരന്ന് വന്നതാണ്. തൃശ്ശൂർ ജയിക്കാൻ തന്നെ വന്നിരിക്കുന്നത് ആള് ജയിച്ചിരിക്കും. എന്തുകൊണ്ട് മുരളീധരൻ ജയിക്കണം? ഇവിടെ വികസനത്തിന് വേണ്ടി ജയിക്കണം. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് കരുതുന്നുണ്ടോ? ഓക്കെ, റൈറ്റ്. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? എന്താ പറഞ്ഞല്ലോ, ഒരു ചേട്ടൻ ഇവിടെ സംസാരിക്കാന്ന് പറഞ്ഞു. പറഞ്ഞാട്ടെ. സുരേഷ് ഗോപി എന്തുകൊണ്ട് ജയിക്കണം? കേന്ദ്രമന്ത്രി എന്നുള്ളത് വിട്ടേക്കോ, നമ്മൾ ചർച്ച ചെയ്തു. അത് കിട്ടിയ കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ. പക്ഷെ എന്തുകൊണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി? അദ്ദേഹം തൃശ്ശൂരില് അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾ നേരിട്ട പ്രശ്നങ്ങളിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇടപെട്ടിട്ടുള്ള ആളാണ്. അതിനേക്കാൾ സുനിൽകുമാർ ഇടപെട്ടിട്ടില്ലേ? സുനിൽകുമാർ ഇടപെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു, ഇവിടുത്തെ MLA ആയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 15 വർഷം MLA ആയിട്ടിരുന്നിരുന്ന ആളാണ് സുനിൽകുമാർ. ഏതാണ്ട് മറ്റേ കൊടുങ്ങല്ലൂരുണ്ടായിരുന്നു, ഞങ്ങളുടെ ചേർപ്പിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ തൃശ്ശൂരും മന്ത്രിയായിരുന്നു. സുനിൽകുമാറിന്റെ MLA ആയിരുന്ന കാലഘട്ടത്തില് 15 വർഷം MLA-യും 5 വർഷം കൃഷിമന്ത്രിയായിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ചേർപ്പിൽ നടത്തിയ ഒരു വികസന പദ്ധതി പറഞ്ഞാൽ മതി, ഒരൊറ്റൊന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം ജനകീയനാണ്. അരുൺ സാറിന് നേരുണ്ടെങ്കിൽ നേരെ അദ്ദേഹത്തിന്റെ അന്തിക്കാട് വീടിന്റെ ഉമ്മർത്തുകൂടെ പോണ റോട്ടിലേക്ക് പോണം. 3 വർഷമായിട്ട് കത്താണ്ട് കിടക്കണ ഒരു ഹൈമാസ് ലൈറ്റും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡും കാണാം. അതായത് 3 വർഷമായിട്ട് അതാണ് പറഞ്ഞത്. അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF, ബ്ലോക്ക് ഭരിക്കുന്നത് LDF, MLA LDF, തിരുവനന്തപുരം ഭരിക്കുന്നത് LDF, BJP. രാജ്യം ഭരിക്കുന്നവരല്ലോ ഇത് ചെയ്യുന്നത്. റോഡ് അറിയുന്നത് നരേന്ദ്രമോദിയാണോ? അല്ല. അപ്പോ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഈ തൃശ്ശൂരിലെ 7 നിയോജക മണ്ഡലത്തെയും വികസനത്തിന്റെ വലിയ കുതിപ്പിലേക്ക് എത്തിക്കുമെന്ന് അവകാശപ്പെടുന്ന ആൾക്ക് എല്ലാ ദിവസവും 2 നേരം പോകുന്ന സ്വന്തം വീട്ടിലേക്ക് പോകുന്ന റോഡും ഒരു ഹൈമാസ് ലൈറ്റും നേരെയാക്കാൻ പറ്റില്ല. എങ്ങനെയാണ് 7 മണ്ഡലമുള്ള തൃശ്ശൂർ നിയോജക മണ്ഡലത്തെ ഹിന്ദി ഇംഗ്ലീഷും അറിയാണ്ട് പാർലമെന്റിൽ പോയിട്ട്? അതെ, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എങ്ങനെയാണ് കെ മുരളീധരൻ ആര് വിജയിക്കും? ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രാദേശിക വിഷമം ഞങ്ങൾ പറഞ്ഞോട്ടെ. അതായത് ഈ NDA-യും ഈ LDF-ഉം കൂടി കൊണ്ടുവന്ന ഒരു അനാവശ്യ പദ്ധതി ഉണ്ട്, കേരയിൽ പദ്ധതി. ഞങ്ങൾ ചേർപ്പുകാരൊന്ന് വളരെ ബുദ്ധിമുട്ടില്ല. ഇവിടുത്തെ ഒരു ആധാരം കൊണ്ട് ബാങ്കിൽ പണം വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇവർ 2 കൂട്ടരും വിഹിതം വെച്ചു എന്ന് പറഞ്ഞ് ഈ അനാവശ്യ പദ്ധതി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കണോ? അപ്പൊ കേരളയിൽ അനുകൂലമായ നിലപാട് ആരാണ് എടുക്കുന്നത്? ഈ 3 പേരിൽ ഇതിൽ LDF ആണ് ആദ്യമായിട്ട് ഈ കേരയിൽ പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിഹിതവും വെക്കാൻ കേന്ദ്രവും വന്നു. ഇപ്പൊ 2 കൂട്ടരും കൂടി. അപ്പൊ നിങ്ങൾ മുരളീധരനെ വിജയിപ്പിച്ചാൽ മാത്രമേ ഇതിൽ രക്ഷപ്പെടാൻ പറ്റൂ. തീർച്ചയായിട്ടും കെ മുരളീധരൻ ജയിച്ചു വന്നാൽ കേരളയിൽ അനുകൂലികൾ, അതായത് കേരളയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവർക്ക് വേണ്ടി എല്ലാവിധ സഹായവും കെ മുരളീധരന്റെ ഭാഗത്തുനിന്നുണ്ടാവും. വന്ദേ ഭാരത് കയറിയിട്ടുണ്ടോ? വന്ദേ ഭാരത് കയറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്?
വന്ദേ ഭാരത് ട്രെയിനാണ്. ആ ട്രെയിൻ ആദ്യമായിട്ടുള്ള വന്ദേ ഭാരത് പറഞ്ഞത് അതല്ല. ഇതൊക്കെ കേരളത്തിൽ വേണോ വേണ്ടയോ? അതിവേഗ റെയിൽ കേരളത്തിന് വേണം. പക്ഷെ അത് കൃത്യമായി പഠിച്ച് പദ്ധതി തയ്യാറാക്കിയിട്ട് വേണം കൊണ്ടുവരാൻ. അല്ലാതെ പാവങ്ങളുടെ കിടപ്പാടം നശിപ്പിച്ചിട്ട് പാടില്ല. അതിനു വേണ്ടിയുള്ള അതായത് കേരളവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിന്റെ വോട്ട് പോകുന്നത് കെ മുരളീധരനായിരിക്കും. കേരളവുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കെ മുരളീധരന് വോട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ആ കാര്യത്തിൽ ഹരി ഇവിടെ VS സുനിൽകുമാറിന്റെ നേട്ടങ്ങൾ പറഞ്ഞു. ഇവിടെ MLA ആയിരുന്ന നേട്ടങ്ങള്. തൊട്ടപ്പുറത്ത് ചാഴൂർ പഞ്ചായത്തില് ആ പഞ്ചായത്ത് പ്രധാന അവിടെ ഉൾപ്പെടുന്ന ചേർപ്പ് മണ്ഡലത്തിൽ MLA ആയിരുന്നു ആള്. ചാഴൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF, ബ്ലോക്ക് ഭരിക്കുന്നത് LDF. ഒരു വർഷം മുമ്പ് റിപ്പോർട്ടർ ചാനൽ അടക്കം വന്നൊരു കാര്യമാണ്. അവിടെ ഒരാൾ മരിച്ചിട്ട് ബോഡി കൊണ്ടുപോയത് വെള്ളത്തിൽ കൂടി കൊണ്ടുപോയി. ഇപ്പോഴും അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത ഒരു തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് ഉണ്ട്, പാർട്ടി ഗ്രാമം. അതിലെ കൂടെ ഈ ബോഡി പാർട്ടി ഗ്രാമത്തിൽ പോലും പാലമോ റോഡോ ഇല്ല. NDAയുടെ പ്രതിനിധിയോടും അതുപോലെ തന്നെ LDFന്റെ പ്രതിനിധിയോടാണ്. കർണാടകയില് ബാംഗ്ലൂർ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നത്. ആ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയുടെ ആ ഫ്ലക്സിൽ ഇവിടത്തെ മന്ത്രിമാര് കൃഷ്ണൻകുട്ടിയുടെ ഫോട്ടോ, ഇവിടെ മാത്തൂട്ടി തോമസിന്റെ, ഇവിടെ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന സ്ഥലത്ത് മറ്റൊരു ഫോട്ടോ. ഇതിൽ ഇവരുടെ നിലപാട് എന്താണ്? എവിടെയാണ് നിൽക്കുന്നത്? അതാണ് ചോദ്യം. എന്താ ഇവിടുത്തെ മണ്ഡലത്തിന്റെ ഒരു ആര് വന്നാലും ഈ മണ്ഡലത്തിന്റെ വിഷയമല്ല എനിക്ക് പ്രധാനമായിട്ട് ചർച്ചയുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയമാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടത്. ആ നിലയ്ക്ക് ഭാരതമാതാവിന്റെ ഗർഭപാത്രം വരെ വിറ്റ തുടർച്ചക്കാരെ ഇനി വേണമെന്നുള്ളതാണ്. 10 വർഷമായിട്ട് ഭാരതമാതാവിനെ അവിടെ വഞ്ചിച്ച് ഇവിടെ വ്യാകുലമാതാവിനെയും വഞ്ചിച്ച ആളാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അത്തരം ആളുകളെ വ്യാകുലമാതാവിനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ചെമ്പ് കിരീടം കൊണ്ടു ചെമ്പൊന്നുമല്ല, അത് സ്വർണം പൂശിയ കിരീടമാണ്. സ്വർണം പൂശിയ കിരീടം. സുരേഷ് ഗോപി ഒരിടത്തും സുരേഷ് ഗോപി ഒരിടത്തും സ്വർണം ഇത്ര സ്വർണം കൊടുക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ശരിയാണ്, പക്ഷെ ആരും കൊടുക്കണം, നമുക്കുള്ളത് കുചേലൻ ഉള്ളത് പോലെ കൊടുക്കണം. ആരും കൊടുക്കണമെന്നും പറഞ്ഞില്ല, പറ്റിക്കുകയാണ് ഇവിടെ എല്ലാ പദ്ധതി. 28 കോടി രൂപ 6 കൊല്ലം കൊണ്ട് പറയാനുവദിക്കുക. രാജ്യസഭ MP എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപിക്ക് കിട്ടി. എത്ര കോടി ഇവിടെ ചെലവാക്കി? 28 കോടിയിൽ എത്ര രൂപ തൃശ്ശൂരിൽ ചെലവാക്കി? മറുപടി പറയണം, എഴുതി വെച്ചോളൂ. 2 കോടി രൂപ മാത്രമേ ഇവിടെ ചെലവാക്കിയിട്ടുള്ളൂ, ബാക്കി മുഴുവൻ തിരുവനന്തപുരത്താണ് കൊണ്ടുപോയി. ഈ രാജ്യത്തെ മതേതരത്വം അപകടത്തിലാണ്. ഒറ്റ ചോദ്യം, കരുവന്നൂർ ബാങ്ക് കൊള്ളയടിച്ചവരെയാണോ നിങ്ങൾക്ക് ആവശ്യം? കരുവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പിന് കൃത്യമായിട്ട് കൊടുത്തു. അത് ചർച്ചയുള്ള വിഷയമേ അല്ല. ഇത് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ്. എന്റെ മകനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത കുട്ടി ജയിക്കാൻ പോയിട്ട് ഞങ്ങള് പൈസ ചോദിച്ചപ്പോ കരുവന്നൂർ ബാങ്കുകാർ തന്നില്ല. മനസ്സിലായ പാവങ്ങൾ? ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? ഇനി സുരേഷ് ഗോപിക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ, NDAക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വട്ടപൂജ്യമായി മാറുന്ന കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ സീറോയാക്കി അധംപതിക്കുന്ന LDFനും ഞങ്ങളെ രക്ഷിക്കാൻ സാധ്യമല്ല. ഈ രാജ്യത്തിനെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. അത് നടക്കില്ല. അത് നടക്കാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന ഒരു ഇന്ത്യ മുന്നണി അവിടെ അധികാരത്തിലേക്ക് വരേണ്ടതുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ആ വിഷയം വേറെയാണ്. സുരേഷ് ഗോപിക്ക് ഇടപെടാൻ കഴിയുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഒരു മാങ്ങാത്തൊലിയും ചെയ്യാൻ കഴിയില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. രാജ്യം മുഴുവൻ വിറ്റ കാശ് ഇലക്ട്രൽ ബോണ്ടായി പോക്കറ്റിൽ വെച്ചവരാണ്. രാജ്യം വിറ്റ് ഇലക്ട്രൽ ബോണ്ടാക്കി വെച്ച പാർട്ടിയല്ലേ BJP. അവർക്ക് എങ്ങനെയാണ് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുക? ഒരു പൊതുമേഖല അവർക്ക് രക്ഷിക്കാൻ പറ്റും. കാരണം സുരേഷ് ഗോപി പാവങ്ങളുടെ കണ്ണീരൊപ്പി ആത്മഹത്യ ജയിച്ച ആളുകൾക്ക് പണം കൊടുക്കുന്നു. ആ സുരേഷ് ഗോപി ക്യാൻസർ പേഷ്യന്റ് ആയ LDFകാരിക്ക് മാസം തോറും പണം അയക്കുന്നു. മനസ്സിലായ? സംശയം 1200 രൂപ പെൻഷൻ തരുന്ന സർക്കാരോ? എന്തേ എവിടെ പെൻഷൻ? ഞങ്ങളെല്ലാവരും തന്നെ ഞാനടക്കമുള്ള വ്യക്തികൾ ഗവൺമെന്റ് ശമ്പളം പറ്റുന്നവരാണ്. ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല. കോടതിയിൽ ഒരാൾക്ക് ഏത് ശമ്പളം? സർക്കാർ ശമ്പളം കിട്ടുന്നില്ല. ഏത് മാസത്തെ? ഈ മാസത്തെ കിട്ടി. 5-ാം തീയതിയല്ലേ ഉള്ളൂ. 5-ാം തീയതി ആവട്ടെ. വിഷുവാണ് വരുന്നത്. ഇവിടെ ഇരിക്കണ ഏതെങ്കിലും പാർട്ടിക്കാർ തരുമോ ശമ്പളം?
ഓക്കെ അപ്പൊ ചേട്ടാ അവിടെ മറുപടി കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോ നിക്ഷേപ തുക വട്ടത്തിയതിൽ 51 കോടി രൂപയാണ് കൊടുത്തു തീർക്കാനുള്ളത്. ഈ പറയുന്ന ആളുകള് കൊടകര കൂടൽപ്പണ കേസുണ്ടായി സുരേഷ് ഗോപി എവിടെയായിരുന്നു? ഹൈറിച്ചിന്റെ കോടികളിലെ തട്ടിപ്പെട്ടായി സുരേഷ് ഗോപി എവിടെയായിരുന്നു? പിന്നെ എനിക്ക് NDA പ്രതിനിധിയോടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ഹിന്ദുമത സന്യാസികളെ കൊണ്ടെത്തി നിർത്തുകയും അതുപോലെ തന്നെ ഒരു അമ്പലത്തിന്റെ ശിലാസ്ഥാപനത്തിന് ജനപ്രതിനിധികളെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? ലോകത്തിന് എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? അതുപോലെ തന്നെ UDF പ്രതിനിധിയോട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, RSSനെയും BJPയെയും വർഗീയമായി നേരിടുന്ന കോൺഗ്രസ്, നേരത്തെ സന്ദീപേട്ടൻ പറഞ്ഞതാണ്, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചത്? അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ MP ആയ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് 2.5 വർഷം ബാക്കി നിൽക്കാണ്. ഇനി പറയട്ടെ ഇനി ഇവിടെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ ജയിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ നിന്ന് ഈ കോൺഗ്രസിന് ഒരു രാജ്യസഭ മെമ്പറെ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോ രാജ്യസഭയില് ചെറിയ വ്യത്യാസത്തിലാണ് പ്രതിപക്ഷം ഈ KC വേണുഗോപാൽ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? രാജസ്ഥാനിൽ നിന്ന് BJPയുടെ ഇവരാരെയാണ് നേരിടുന്നത്? ഇവര് തീർച്ചയായിട്ടും വർഗീയത, ഹിന്ദു ഒരു കൂട്ടര് തീവ്ര വർഗീയത, ഹിന്ദു വർഗീയത കൊണ്ടു നടക്കുമ്പോൾ മറ്റൊരു കൂട്ടര് മൃദു ഹിന്ദുത്വം കൊണ്ട് നടക്കുന്നവരാണ്. ഞങ്ങളാണ് മതേതരം സംരക്ഷിക്കാൻ ഈ നാട്ടിൽ ജീവിക്കുന്നത്. ഒരു സംശയം, ആര് ജയിക്കണമെന്ന് അമ്മ പറയുന്നത്? ആര് ജയിക്കണം? സുനിൽകുമാർ ജയിക്കും. സുനിൽകുമാറോ? എന്താ കാര്യം? സുനിൽകുമാർ പല ഉപകാരങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. കൃഷിമന്ത്രി അദ്ദേഹം പറയുന്നത് സ്വന്തം മണ്ഡലത്തിൽ വീട്ടിലേക്കുള്ള റോഡ് പോലും നന്നാക്കിയിട്ടില്ലെന്നാണല്ലോ. വീട്ടിലെ കാര്യം, ഞങ്ങളുടെ ചേർപ്പ് മണ്ഡലത്തിലെ കാര്യം ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് വീട്ടിലെ കാര്യം പറയേണ്ട കാര്യമില്ല. അതായത് വീട്ടിലെ റോഡ് നന്നാക്കിയില്ലെങ്കിൽ നാട് നന്നായി. വീട് കണ്ടിട്ടുണ്ടാ അരുൺ സാർ? എങ്ങനെയുണ്ട് വീട്? ആള് ഐക്കൂലി പഠിച്ച ആളാണോ? അങ്ങനെ ആരോപണം താങ്കൾക്കുണ്ടോ? അദ്ദേഹം കൈക്കൂലി വാങ്ങിയ ആളാണെന്ന ഒരു ആരോപണം താങ്കൾക്കുണ്ടോ? അങ്ങനെ ഒരു ആരോപണമില്ല. ശരി ഓക്കെ. കൈക്കൂലി വല്ല അപ്പൊ പിന്നെ എന്തിനാ അയാളെ നിഷേധിക്കുന്നത്? നോക്കൂ, കൈക്കൂലി വാങ്ങാതിരിക്കുന്നതും സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം വീട്ടിലേക്ക് പഞ്ചായത്തിലേക്കുള്ള റോഡ് നന്നാതിരിക്കുന്നതിൽ രണ്ടല്ലേ? രണ്ടെണ്ണേ. അത് ഞാൻ ചോദിക്കട്ടെ, അരുൺ സാറിനോട് ചോദിക്കട്ടെ, ഇവിടെ ചേർപ്പ് മണ്ഡലത്തിൽ എന്തോട് ചെയ്തത് ഇവര്? BJPയും കോൺഗ്രസ് ഭരിച്ചില്ലല്ലോ. ഭരിക്കില്ല അവര് ഭരിക്കില്ല. ഒരു സീറ്റ് പോലെ അവർക്ക് കിട്ടില്ല. എന്തുകൊണ്ട്? സുരേഷ് ഗോപില്ലേ സിനിമയിൽ അഭിനയിക്കാൻ പോവാ, അല്ലാണ്ട് ഇവിടെ പറ്റില്ലേ പാവങ്ങൾക്ക്? അതെന്താ പാവങ്ങളുടെ കണ്ണീരൊപ്പിന്നാ ചേച്ചി പറഞ്ഞത്? ക്യാൻസർ പേഷ്യൻസിന് പണം കൊടുത്തു. അവള് അഡ്വക്കറ്റാ ആണോ? വിവരം മനസ്സിലാവുണ്ട? അപ്പൊ അവളത് പറയും. അവൾക്ക് ഇപ്പൊ കേസില്ല. ആണോ? അപ്പൊ BJP. ശരി അതുകൊട്ടെ, അത് വക്കീലിന്റെ കാര്യം വിട്ടേക്ക്. അപ്പൊ സന്ദീപ് ഒറ്റ കാര്യം പറഞ്ഞോ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ സാധാരണക്കാരാണ്. ഈ സപ്ലൈകോയിൽ ചേർപ്പിന്നാണ് ഞാൻ സാധനങ്ങൾ മേടിക്കുന്നത്. ഇതിൽ ഞങ്ങൾ പോയിട്ട് ഒരു സാധനം പടി ഉണ്ടെന്ന് അരുൺ സാർ പോയിട്ട് ഇപ്പൊ അടച്ചിട്ടുണ്ടാവില്ല. ഒരു കാര്യം, ഒരു പെട്ടി വണ്ടി ഓടിക്കുന്ന ആളാണ് ഞാൻ. ഈ പെട്ടി വണ്ടിയുടെ ടാക്സ് എത്ര കൂട്ടിയെന്നൊന്ന് ചോദിച്ചാൽ മതി. പാവങ്ങൾ ഉന്തിയിട്ട് അന്നം നടത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ പെട്രോൾ ഡീസലിന്റെ വില കൂട്ടി? പെട്രോൾ ഡീസലിന്റെ കാലാതീതമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഒരാളുടെ കൂലി എത്രയാ? ഒരാളുടെ കൂലി, അത്യാവശ്യം കൂലി കൊടുക്കണ 2000 രൂപ ഒരാൾക്ക് ഞാൻ കൂലി കൊടുക്കുന്നത്. 2000 രൂപ. മരമുറിക്കാരന് കൂലി അരുൺ സാർ ചോക്കി 2000 രൂപ കൂലിയാ. താഴത്തുനിന്ന് വാള് പിടിക്കണം 2000 രൂപ കൂലിയാ. എന്താ പേരെന്താ? എന്റെ പേര് ഷാബുവിന്റെ വീട്ടിന്റെ മുമ്പിൽ നാളെ ആൾക്കാരുടെ ക്യൂ ആയിരിക്കും. 2000 രൂപ തമാശ പറഞ്ഞ. ഓക്കെ സന്ദീപ് മറുപടി ഇവിടുത്തെ അങ്ങോട്ട് വരും. സന്ദീപ് നോക്കൂ, ഈ ചോദ്യങ്ങളിൽ നേരത്തെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ സ്വന്തം പഞ്ചായത്തും മണ്ഡലവും നോക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഇന്ത്യ രാജ്യത്തെ എങ്ങനെ നോക്കാൻ കഴിയുമെന്നതാണ് ചോദ്യം. രാഷ്ട്രീയ പ്രേരിതമായി ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോ ആ വീടിന്റെ മുന്നിൽ ആ റോഡ് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മഴക്കാലത്താണ് ആ റോഡ് തകർന്ന് തരിപ്പണായത്. ഇപ്പൊ അത് പ്രത്യേക രീതിയിൽ അഴുക്കുചാൽ ഉൾപ്പെടെ കെട്ടി ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കാണ്. ഇപ്പൊ പോവാം ഞാനെ കണ്ടിട്ട് വന്നോളാം. ഇപ്പൊ പോണം. നിങ്ങൾ പോയി നോക്കണം. ആ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത്, VS സുനിൽകുമാർ ചേർപ്പ് മണ്ഡലം MLA ആയിരുന്ന കാലത്ത് പൊന്നാനി കോൾ വികസനം, തൃശൂർ പൊന്നാനി കോൾ വികസന പാക്കേജ് കൊണ്ടുവരികയും കോൾ മേഖലയിലെ പാവപ്പെട്ട നെൽ കർഷകരുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അവർക്ക് ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിക്കുന്ന രൂപത്തിലുള്ള കാർഷിക ക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിലൂടെ
കോൾ വികസന പദ്ധതി 255 കോടി രൂപ ചെലവഴിച്ച് കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന VS സുനിൽകുമാർ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഒച്ച വെച്ച് ഓളിയിട്ടിട്ടൊന്നും വസ്തുതകളെ മറച്ചു പിടിക്കാൻ കഴിയില്ല. ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി സംസ്ഥാന പാതയുണ്ട്. 4 MLA മാര് 2 മന്ത്രിമാർ ഉൾപ്പെടുന്ന 4 അല്ല ഇത് VS സുനിൽകുമാർ ഇടപെട്ട വിഷയം പറഞ്ഞത്. ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടില്ല. 220 കോടി രൂപയുടെ പ്രൊജക്റ്റാ. ആ വഴി കൂടെ സാറിന് പോയി നോക്കിയാൽ മതി എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. 3 മാസം കൊണ്ട് 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയിട്ട് 3 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നു പറഞ്ഞതാ. ഇപ്പൊ ആ വഴി കൂടെ പോകാൻ പറ്റും നോക്കിയാ. ആ വഴി കൂടെ പോയ ഒറ്റ ആള് LDF നോട്ട് ചെയ്യില്ല. ഈ ഒരു നിർമ്മാണ പ്രവർത്തനം പിന്നെ ടാർ ചെയ്യുന്നത് മാറ്റി കോൺക്രീറ്റ് റോഡാക്കി മാറ്റുകയാണ്. മറ്റു തരത്തിലുള്ള ഗതാഗത ക്രമീകരണങ്ങൾക്ക് സൗകര്യം കുറവാണ്. 45 സെന്റിമീറ്റർ കനത്തിൽ 8 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് റോഡ് 50 വർഷക്കാലത്തേക്ക് ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന റോഡാണ്. ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോ ഇപ്പൊ നേരിടുന്ന പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ഗതാഗതം വഴിതിരിച്ചു വിടാൻ മറ്റു മാർഗങ്ങളില്ല. ആ റോഡിലൂടെ മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ. ശ്രീകുമാർ, താങ്കൾക്ക് നേരെ ഉയർന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് കൂടിയുള്ള മറുപടി. ഈ സന്ദീപേട്ടന്റെ സംസാരം കണ്ടപ്പോൾ ഒരു സഹതാപം തോന്നി. രാജ്യത്തെ ജനാധിപത്യം മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നുവെന്ന് ഇവർ പാർട്ടി ഓഫീസിന് കൊടുത്ത വാചകമാണ്. സത്യത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിൽ മരപ്പട്ടിയും ഈനാമ്പച്ചിയും കയറാതിരിക്കാനുള്ള മത്സരം മാത്രമാണിത്. അതിനപ്പുറത്തേക്കുള്ളൊരു മത്സരമില്ല. സ്വന്തം തറവാട് പോലെ ഉണ്ടായിരുന്ന സ്ഥലം അമേഠി. ആ അമേഠിയിൽ നിന്ന് വയനാട്ടിൽ ഓടി വന്നേക്കാം മത്സരിക്കാൻ. ഡോക്ടർ അരുൺ, വഴങ്ങുന്നത് പേടിച്ചുകൊണ്ടല്ല, സുഗമമായ ചർച്ച നടക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇനി രാജസ്ഥാനിലെ വേവലാതി അറിയൂ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെറ്റിട്ട സ്ഥലം എന്ന് പറയുന്ന കണ്ണൂരിലെ പിണറായി പാറിപ്രം എന്ന് പറഞ്ഞതുപോലെ രാജസ്ഥാനിൽ ഒരു സ്ഥലമുണ്ട്, സിക്കാർ. ആ സിക്കാറിൽ മത്സരിക്കുന്ന CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിന്റെ കൂടെ വെച്ചുള്ളത് ആരാണെന്ന് നോക്ക്. KC വേണുഗോപാലിന്റെ ഫോട്ടോയാണ്. ഇവിടത്തെ ഈ LDF-കാരനെ സംബന്ധിച്ചോളം പല സംസ്ഥാനങ്ങളിലും മരപ്പട്ടിയെയും ഈനാമ്പേജിയും പേടിക്കുന്ന ഇനി ഗ്യാരണ്ടി. അരുൺ, ഞങ്ങള് തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാലേ ആട്ടുന്നിടത്തത് ചെന്നാൽ പിണ്ണാക്ക് കൊടുക്കാത്തവൻ വീട്ടിൽ ചെന്നാൽ വെളിച്ചെണ്ണ കൊടുക്കുന്ന ഒരു പഴഞ്ചൊല്ലി തൃശ്ശൂർ പറയും. അതായത് വെളിച്ചെണ്ണ ആട്ടുന്ന സ്ഥലത്ത് പിണ്ണാക്കായി വേസ്റ്റ് കൊടുക്കില്ല, എന്നിട്ട് അവന്റെ വീട്ടിൽ പോയി വെളിച്ചെണ്ണ കിട്ടുന്ന പറഞ്ഞ അതുപോലെയാണ് 6 വർഷം 2 മോഡി സർക്കാരിൽ MP ആയിരുന്നു ഈ പറയുന്ന മഹാൻ സുരേഷ് ഗോപി. അന്ന് ഒരു കേന്ദ്രമന്ത്രി വന്നില്ല. എന്നിട്ട് ഇപ്പൊ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 വർഷ ഇടവേളയിൽ തൃശ്ശൂരിൽ വന്ന് 3ാം സ്ഥാനത്തിന് മത്സരിക്കുന്ന സുരേഷ് ഗോപി ഇനി കേന്ദ്രമന്ത്രിയാവുന്ന പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ഹരി? അതായത് 2 തവണ സാധ്യത ഉണ്ടായിരുന്നു, പറ്റില്ല. ഇന്ത്യ മുന്നണി ഒറ്റ കുടുംബം. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി ഏതാണെന്ന് സന്ദീപും അതുപോലെ ഇദ്ദേഹം പറയട്ടെ. സന്ദീപ് ഇപ്പൊ പറയും കേരളം ഒരു യൂണിറ്റ് ആണ്, കർണാടക വേറെ യൂണിറ്റ് ആണ്. ഡോക്ടർ അരുൺ, ഇതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറയുന്നു ഞങ്ങൾ NDയുടെ കൂടെയാണെന്ന്. ഈ സംസ്ഥാനത്ത് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് അതെ സന്ദീപ്, എനിക്കൊരു ഇടവേള ഞാൻ പോയിട്ട് രണ്ട് കാര്യങ്ങൾ. അതായത് ശ്രീകുമാരേട്ടൻ പറയുന്നത് കേട്ടു സുരേഷ് ഗോപിയുടെ തൊഴിലിനെ കുറിച്ച്. ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ഓടി നടന്ന് തോറ്റ വേറൊരാളില്ല. തൃശ്ശൂര് 998 തോറ്റു, വടക്കാഞ്ചേരിയിൽ തോറ്റു, നേമത്ത് തോറ്റു. അങ്ങനെ തോറ്റ തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് പറന്നു നടക്കുന്ന ദേശാടന പക്ഷിയാണ് കെ മുരളീധരൻ. ഇനി നിക്കട്ടെ. പിന്നെ സ്വർണ്ണ കിരീടത്തിന്റെ കാര്യം ഒരു സഖാവ് ചോദിച്ചു. സ്വർണ്ണ കിരീടത്തിന്റെ കാര്യം എന്താണ്? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയ മുഴുവൻ ഹിന്ദു വിശ്വാസികളുടെയും നെഞ്ചിൽ മുറിവേറ്റിയ സഖാക്കള്, അമ്പലം മിണുങ്ങാൻ കൈയിട്ട് വാരാനും അല്ലാതെ അമ്പലത്തിൽ കയറുന്ന സഖാക്കൾക്ക് ഇപ്പൊ മാതാവിനൊക്കെ വിശ്വാസം വന്നു തുടങ്ങി. ഇത് ഈശ്വരന്റെ കളിയാ, അയ്യപ്പസ്വാമിയുടെ ശബരിമല ശാസ്താവിന്റെ കളിയാ. പിന്നെ ശബരിമല ശാസ്താവാണ്
അമ്പലം വിഴുങ്ങി കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ദൈവങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അമ്പലം വിഴുങ്ങികള് കമ്മ്യൂണിസ്റ്റുകാര് ദൈവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. എന്റെ പൊന്ന് സജീവേ, അയ്യപ്പൻ ഇതല്ലേ പണി. തൃശ്ശൂരിലെ ലൂർദ് മാതാവിന്റെ കിരീടത്തിൽ എത്ര ചെമ്പോണ്ട് നോക്കുന്നത്. അത് വിട്, വിഷയത്തിലേക്ക് വാ. തീർച്ചയായിട്ടും അല്ല, ലൂർദ് മള്ളി മാതാവിന് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹവുമായി ഇഷ്ടമുള്ളത് കൊടുത്തു. അത് ചോദിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരാണ് ചുമതലപ്പെടുത്തുന്നത്. അതിനൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസമാണ്. അവനവന്റെ വിശ്വാസത്തിനനുസരിച്ച് ആർക്കും ഏത് കാണിക്കുകയും നൽകാം. അതെന്നാൽ പിണറായിയുടെ മാസപ്പടി മകളെ ഉൾപ്പെടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരെയും ഞങ്ങൾ വിളിച്ചിട്ടില്ല. മകളെ അരിമണൽ കർത്തമാരുടെ അടുത്തയച്ച് മാസപ്പടി വാങ്ങി നക്കുന്ന ഒരു തന്തയും BJP-യിലില്ല. ഇലക്ട്രൽ ബോണ്ട് വാങ്ങി കഴിക്കുന്നതാരാ? അല്ല, ഇലക്ട്രൽ ബോണ്ട്. സുനിൽകുമാർ പാർലമെന്റിൽ പോയി ദേവായിരിക്കും, പോയിക്കൊണ്ടിരിക്കും. ഹലോ, ഇന്ന് ഇപ്പൊ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ളതല്ല. ദേശീയ രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. ആര് ഭരിക്കണം? അപ്പോൾ നമ്മുടെ ഈ ഇടതുപക്ഷമായാലും ദേശീയ പാർട്ടി എന്നുള്ള അവരുടെ സ്ഥാനം പോകാൻ നിൽക്കുകയാണ്. കുറച്ച് 5 കൊല്ലം കഴിഞ്ഞാൽ അതുണ്ടാവും ദേശീയ. അപ്പൊ കോൺഗ്രസ് ആണ് ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരും. അല്ല, വരത്തില്ലേ? പറയുന്നത് അതായത് ഇവിടെ ബ്രിട്ടീഷുകാർ ചവച്ചു ചുപ്പി മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഈ ഇന്ത്യ രാജ്യത്തെ ഇത്ര ശക്തിയായി കൊണ്ടുവന്ന നമ്മുടെ കോൺഗ്രസ് പാർട്ടി, ഈ കോൺഗ്രസ് പാർട്ടി മാത്രമേ ഇന്ത്യ രക്ഷിക്കാൻ കഴിയൂ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അതില് 78% അതിന്റെ തുകയും അത് പരസ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2021 പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. 497 കോടി, അതാണ് എന്റെ കണക്ക് എനിക്ക് തോന്നുന്നു. അത്രയും കോടി പരസ്യത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചിട്ട് എന്ത് സ്ത്രീ സുരക്ഷയാണ് ഇവരിവിടെ പറയുന്നത്? സാർ, ഞാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ്, BJP-യുടെ മെമ്പറാണ്. എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കണം? സുരേഷ് ഗോപി ജയിക്കണം എന്ന് പറഞ്ഞതിൽ ഒരു കാര്യം, ഒരു MP-ക്ക് ഒരു പഞ്ചായത്ത് ദത്തെടുക്കാമെന്നുള്ള ഒരു സ്കീമുണ്ട്. നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിനെ ദത്തെടുത്തിരിക്കുന്ന കഴിഞ്ഞ MP, ഇപ്പോഴും MP ആയിട്ടിരിക്കുന്ന TN പ്രതാപൻ MP അവർകളായിരുന്നു. പക്ഷെ അവണിശ്ശേരി പഞ്ചായത്താണ് സുരേഷ് ഗോപി ദത്തെടുത്തത്. പ്ലീസ് പറയാം. സുരേഷ് ഗോപി ദത്തെടുത്തത് എന്റെ അറിവിൽ, എന്റെ ഇന്ന് വരെയുള്ള അറിവിൽ പ്രതാപൻ MP ഇവിടെ നടത്തിയതിനേക്കാളും ഒരുപാട് എണ്ണി പറയാവുന്ന അത്രയും വികസനം അവണിശ്ശേരി പഞ്ചായത്തിൽ മാതൃകയാണ്. അവണിശ്ശേരി പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവണിശ്ശേരിയിലെ 1.5 കോടി രൂപ, അവണിശ്ശേരിയിലെ 1.5 കോടി രൂപ, അവണിശ്ശേരിയിലെ 1.5 കോടി രൂപ സ്ഥലം ഇവിടെ തേക്കുംകാട് മൈതാനിയിലെ ശ്രീമാൻ നരേന്ദ്രമോദി വന്നിട്ട് ഈ സ്ത്രീകളുടെ മുന്നിൽ വെച്ചിട്ട് ഒരുപാട് ഗ്യാരണ്ടികൾ പറഞ്ഞു. എന്നാ ഈ 10 വർഷക്കാലമായി എന്ത് ഗ്യാരണ്ടിയാണ് നടപ്പിലാക്കിയത്? 2 കോടി തൊഴിൽ വാഗ്ദാനം ചെറുപ്പക്കാർക്ക് നൽകിയ ഈ 10 വർഷത്തിൽ 20 കോടി തൊഴിൽ വാഗ്ദാനം പാലിച്ചോ നിങ്ങൾ? ഇല്ല. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഡൽഹിയിലെ മഞ്ഞത്ത് കിടന്ന കർഷകരോട് പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിച്ചോ? വീണ്ടും ഡൽഹിയിലെ തെരുവീതികളിൽ പെട്രോൾ വലിയുള്ള സംസ്ഥാനമാണ് കേരളം. പെട്രോൾ വലിയുള്ള സംസ്ഥാനമാണ് കേരളം. പെട്രോൾ വലിയുള്ള സംസ്ഥാനമാണ് കേരളം. ഇവിടുത്തെ മുഖ്യമന്ത്രി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോ കേരളത്തിലെ 19 കോൺഗ്രസ് എംപിമാർ എവിടെയായിരുന്നു? ഈ കേരളത്തിലെ എന്റെ ചോദ്യം BJP-യുടെയും CPM-ന്റെയും സംയുക്ത മുന്നണിയോടാണ്. ഇവിടെ കട്ടപ്പനയില് ആദ്യത്തെ ചോദ്യം CPM പ്രതിനിധിയോടാണ്. ഇവിടെ കട്ടപ്പനയിലെ
സുനിൽകുമാറിന്റെ ST ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നത്. അതായത് കരുവന്നൂരിലെ നമ്മുടെ 300 കോടി കട്ട അതിലെ മുഖ്യപ്രതിയായി ED ചോദ്യം ചെയ്ത സുനിൽകുമാറിന്റെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുന്നത് BJP നേതാവായിട്ടുള്ള അരവിന്ദ് മേനോനും ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാറുമാണ്. ഈ സുനിൽകുമാറിന് ഇതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമാക്കണം. രണ്ടാമത്, പ്രതിപക്ഷ നേതാക്കളെ എല്ലാം കൃത്യമായി ജയിലിലടയ്ക്കുന്ന BJP-ക്കാർക്ക് എന്തുകൊണ്ടാണ് പിണറായി വിജയനെയും CP-കാരനെയും പേടി? എന്തിനാണ് നിങ്ങൾ ഭരിക്കുന്നത്? കൊടകര കൊൽപ്പണ കേസിൽ പെടരുതെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. ദത്തെടുക്കാൻ ഈ രാജ്യത്ത് ഒരു MP-ക്കും സ്പെഷ്യൽ ഫണ്ടില്ല. സാഗി എന്നൊരു പ്രോജക്റ്റ് ആണ്, സൻസദ് ആദർശ് ഗ്രാം യോജന എന്നൊരു പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രേറ്റ് ചെയ്ത് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് പണം തന്നാൽ എടുക്കാം, അല്ലെങ്കിൽ MP ഫണ്ട് ഒരു കൊല്ലം 5 കോടി വെച്ച് കൊടുക്കുന്ന 5 കൊല്ലത്തെ 5 കോടി ഇന്ന് കൊടുക്കുന്നതാണ്. ഈ മെമ്പർ ഇദ്ദേഹം മെമ്പറായിട്ടുള്ള ചേർപ്പ് പഞ്ചായത്തിൽ അംഗൻവാടിക്ക് വേണ്ടി 2 അംഗൻവാടിക്ക് വേണ്ടി 45 ലക്ഷം രൂപ, അതിലൊരു അംഗൻവാടി കഴിഞ്ഞില്ല. ഇനി PMGSY എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് വലിയ റോഡിന്റെ പേര് പറഞ്ഞുതരാം. ചൊവ്വൂർ കപ്പേള പാറക്കോവിൽ സുനിൽകുമാറിന്റെ പൊതുജീവിതത്തെ നിങ്ങൾ ഈ ഉദയസൂര്യനെ പാഴ്മുറം വെച്ച് തടുക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. VS സുനിൽകുമാർ എന്താണ് എന്ന് തൃശൂർ ജില്ലയിലെ മലയാളി സമൂഹത്തിന്, കേരളത്തിലെ മലയാളികൾക്ക് നല്ലതുപോലെ അറിയാം. ഒരു കള്ളക്കച്ചവടക്കാരനുമായും VS സുനിൽകുമാറിന് ഒരു കൂട്ടുകെട്ടുമില്ല. ഹരി, ഈ നിൽക്കുന്ന ഹരിയിലല്ലോ 2001 ഏപ്രിൽ മാസം 4-ാം തീയതി കുഴൽപ്പണം കവർന്ന കേസിൽ പോലീസ് ചോദ്യം ചെയ്ത ആളാണ് ഈ നിൽക്കുന്ന BJP-യുടെ പ്രതിനിധി ഹരി. ഈ നിൽക്കുന്ന ഹരിയെ പോലീസ് ചോദ്യം ചെയ്തതല്ലേ? എവിടേക്ക് പണം വന്ന് ആർക്ക് വേണ്ടിട്ട് പണം കൊണ്ടുവന്ന് BJP കൊണ്ടുവന്ന കുഴൽ പണം കവർച്ച ചെയ്യപ്പെട്ടപ്പോ ചോദ്യം ചെയ്ത ആളായി ഹരി നിൽക്കുന്നത്. ലൂട്ടുമാതാവിന്റെ കിരീടവും കോൾപ്പാടങ്ങളിലെ കർഷകന്റെ രോദനവും ഒക്കെ ചർച്ച ചെയ്യും തൃശൂർ മണ്ഡലം എന്നുള്ളത് പ്രേക്ഷകർക്ക് തീർച്ചയായില്ലേ? അത്ര എളുപ്പത്തിൽ വിധി നിശ്ചയിക്കാവുന്ന ഒരു മണ്ഡലമല്ല തൃശൂർ എന്നത് ബോധ്യമാവുന്നു. തൃശൂരിൽ നിന്ന് നമ്മൾ ഇവിടെ പറയുന്നു. നാളെ നമ്മൾ കണ്ടുമുട്ടും. പൊന്നാനിയിൽ വീണ്ടും കാണാം. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. ഗുഡ് നൈറ്റ്.